ഹായ്, ഞാൻ പാത്തുമ്മക്കുട്ടി, പീസ്ഫുൾ മൈൻഡ് സെറ്റ് കോച്ച്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ നമ്മളോട് തന്നെ എത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു ആത്മപരിശോധനയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്രമാത്രം ദ്രോഹം നമ്മളോട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ ഓരോ സെന്റൻസ് കേൾക്കുമ്പോഴും നിങ്ങൾ ഓരോരുത്തർ ഇത് കേൾക്കുന്ന ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാർ ഓരോരുത്തരും സ്വയത്തിലേക്കൊന്ന് ചിന്തിക്കണം. അതായത് കോപവും വെറുപ്പും മൂലം എത്ര സൗഹൃദങ്ങളാണ് നാം തകർത്തെറിഞ്ഞത്. അലസതയും അശ്രദ്ധവും മൂലം എത്രയേറെ അവസരങ്ങളാണ് നാം പാഴാക്കിയത്. ഭയവും ഉത്കണ്ഠവും മൂലം എത്ര വാതിലുകളാണ് നാം അടച്ചത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയം, ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള ഉത്കണ്ഠ, ഇതൊക്കെ കാരണം നമ്മൾ എല്ലാറ്റിൽ നിന്നും മാറി നിന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മാറ്റിവെക്കലുകളും ഉത്തരവാദിത്തം ഇല്ലായ്മയും വഴി നമുക്ക് കിട്ടേണ്ടിയിരുന്ന എത്ര അംഗീകാരങ്ങളാണ് നമ്മിൽ നിന്ന് തിരിച്ചു പോയത്. നിസ്സംഗതയും ആത്മനിന്ദയും കാരണം എത്ര കോട്ടകളാണ് നമുക്കെതിരെ നാം പടുത്തുയർത്തിയത്. അതുപോലെ അസൂയ, അക്ഷമ, അത്യാഗ്രഹം എന്നിവയാൽ എത്ര സ്വപ്നമാണ് നാം തച്ചുടച്ചത്. വാക്കുകളും കുറ്റബോധവും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നാം നെരിച്ചു കളഞ്ഞില്ലേ. സ്വാർത്ഥമായ വികാരങ്ങൾ എത്രയോ കോശങ്ങളെ നശിപ്പിച്ചില്ലേ. എത്ര രോഗങ്ങളെ നാം ക്ഷണിച്ചു വരുത്തി. അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞപ്പോൾ അഹങ്കാരവും ആത്മപ്രശംസയും കാരണം ഐശ്വര്യം നമ്മളിലേക്ക് വരാതെ തെന്നിമാറിയില്ലേ. അതായത് പഠിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഈഗോ കാരണം അത് പഠിക്കാൻ പോകാതിരിക്കുകയും നമ്മൾ ആത്മപ്രശംസ നടത്തി മുന്നോട്ട് പോയി. അത് കാരണം നമുക്ക് കിട്ടേണ്ട കുറെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അഭിനന്ദിക്കാത്ത സ്വഭാവം, വെറുപ്പ്, വിദ്വേഷം, അസൂയ ഇവയാൽ എത്ര വട്ടം നാം നമ്മെ തന്നെ ചെറുതാക്കി. അതായത് നമ്മളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ അഭിനന്ദിക്കത്തക്ക വിധത്തിലുള്ള അവസരങ്ങൾ വന്നപ്പോൾ നമ്മൾ അഭിനന്ദിച്ചില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അവരെ വെറുത്തു. അവരോട് നമുക്ക് അസൂയ തോന്നി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ഏകാഗ്രത ഇല്ലായ്മയും അലംഭാവവും ഉയരാനുള്ള എത്ര ഊർജമാണ് നമ്മളിൽ നിന്ന് ചോർത്തിക്കളഞ്ഞത്. സ്വാർത്ഥതയും മുൻവിധികളും കാരണം എത്രയോ വഴികളാണ് നാം തടഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നന്മ ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി ഗുണമുണ്ടാവുമെന്നും. എന്നാൽ തിന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മെ അത് സ്വാധീനിക്കുന്നത് എന്നും നമുക്കറിയാം. എന്നിട്ടും നന്മകൾ ചെയ്യാൻ നാം മടിച്ചു നിന്നു. ഓരോ തിന്മയും 100 ഇരട്ടി നമ്മെ സ്വാധീനിക്കുന്നുണ്ട്, നന്മയെ പോലെയല്ല. എന്നിട്ടും നമ്മൾ തിന്മകൾ ചെയ്തു. ഈ ആഴമേറിയ അനുഭവ പാഠങ്ങൾ നമുക്ക് വീണ്ടും ഓർത്തെടുത്തിട്ട് നമ്മിൽ നിന്ന് തെന്നി മാറിക്കളഞ്ഞ, നമ്മൾ തന്നെ ആട്ടിമാറ്റിയ വിജയങ്ങളെ ഓർത്തിട്ട് ഇനി കാര്യമില്ല. അതായത് ഭൂതകാലത്തെ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മഹാവിജയങ്ങൾ, ഇനിയും നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന മഹാവിജയങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തെടുക്കുക. എന്നിട്ട് അതിനായിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വീണ്ടും മടങ്ങി വന്ന് ജീവിതത്തിലേക്ക് കുതിക്കാൻ സാധിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നമ്മെ കുറെ ദ്രോഹിച്ചെങ്കിലും, അവസരങ്ങൾ കാണാൻ സാധിച്ചില്ലെങ്കിലും, അലസത നമ്മെ പിന്നോട്ട് തിരിച്ചെങ്കിലും ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തി അതിലേക്കുള്ള പ്രവർത്തനത്തിൽ മുഴുകുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജീവിത വിജയത്തിനായി എന്ത് മാറ്റമാണ് നിങ്ങളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.